it life, have no shame, there's no time, feel the pain, live the grind, I could change, in my mind, pick a lane, commit and climb, the only way to win at life. I never miss that fact, taking big swings, bitch, hand me the bat, put me in the ring, you'll go out in a bag, cause I sing what I mean and I bring it to the mad light. Ain't got time to kid, I got time to live, I took the red pill, I know life's short so I... എല്ലാവർക്കും JP നെറ്റ്വർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പെയിൻ്റ് അടിക്കുന്ന ഈ കുഞ്ഞൻ മെഷീൻ്റെ ഉപയോഗങ്ങളും ഇതിൻ്റെ ഒരു മെയിൻ്റനൻസും ഇതിൻ്റെ ദോഷങ്ങളും ഇതിൻ്റെ A to Z കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ദയവായി ലൈക്ക് അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. നമുക്ക് 2000 രൂപയ്ക്ക് താഴെ ലഭിക്കുന്ന നല്ലൊരു പെയിൻറ്റിങ് മെഷീനാണ് ഇത്. നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ വീടിന് പെയിൻ്റ് അടിക്കാൻ പോകുകയാണെങ്കിൽ ഇങ്ങനെ ഒരു മെഷീൻ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരമുണ്ട്. ഈ ഒരു മെഷീനും കൊണ്ടുള്ള ഏറ്റവും നല്ലൊരു ഉപകാരം എന്ന് വെച്ചാൽ നമ്മൾ വീടിന് പെയിൻ്റ് അടിക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഭിത്തിയൊക്കെ ചുമരൊക്കെ നമുക്ക് വളരെ ഈസിയായിട്ട് റോളർ ഉപയോഗിച്ച് അടിക്കാൻ സാധിക്കും. പക്ഷേ നമ്മുടെ റൂമിൻ്റെ മുകൾ ഭാഗമാണെങ്കിൽ നമുക്ക് അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ഒരു സ്പ്രേ പെയിൻറ്റ് മെഷീൻ ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ ഈസിയായിട്ട് അടിക്കാൻ സാധിക്കും. കുറച്ച് ഡിസൈൻ വർക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കതൊക്കെ ഈസിയായിട്ട് അടിച്ച് തീർക്കാനും സാധിക്കും. നമ്മൾ ബ്രഷ് അല്ലെങ്കിൽ റോളർ ഉപയോഗിച്ചിട്ട് പെയിൻറ്റ് അടിക്കുന്നതിനേക്കാൾ കൂടുതൽ ഏരിയ നമുക്ക് ഈ ഒരു സ്പ്രേ പെയിൻറ്റ് മെഷീൻ വെച്ചിട്ട് അടിക്കുമ്പോൾ കിട്ടും. പക്ഷേ നമുക്ക് ഇത് വെച്ചിട്ട് ഒറ്റയടിക്ക് അടിച്ചു തീർക്കാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് കിട്ടുന്ന ആ ഒരു പെയിൻറ്റ് നിറയ്ക്കുന്ന പാത്രത്തിൽ നമുക്ക് ഫുള്ളായിട്ട് പെയിൻറ്റ് ഫില്ല് ചെയ്യാൻ പറ്റില്ല. ഒരു അരപ്പാത്രത്തിനും മുക്കാൽ ഇടയ്ക്കാണ് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റ് ലെവലായിട്ട് അടിക്കുന്ന സ്ഥലങ്ങളിൽ കുഴപ്പമില്ല. അതല്ലാണ്ട് കുറച്ച് ഹൈറ്റിലേക്കൊക്കെ പൊക്കി അടിക്കുമ്പോൾ മെഷീൻ വർക്കാവില്ല, പെയിൻറ്റ് വരില്ല അതിനകത്ത് കൂടെ. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു കുഴലും അതിൻ്റെ മുകളിൽ കാണുന്ന ഒരു വട്ടത്തിലുള്ള സ്പോഞ്ച് പോലത്തെ ഒരു സാധനം, ഇതാണ് ഇതിനകത്തെ ഏറ്റവും വലിയ വില്ലനായിട്ട് എനിക്ക് തോന്നിയ ഒരു സാധനം. ഇത് നമ്മൾ കറക്റ്റായിട്ട് പെയിൻറ്റ് മെഷീൻ്റെ ഉള്ളിൽ സെറ്റാക്കിയിട്ടില്ലെങ്കിൽ എയർ കയറിയിട്ട് ഒരു തുള്ളി പെയിൻറ്റ് പോലെ സ്പ്രേ ആയിട്ട് പുറത്തേക്ക് വരില്ല. നമ്മൾ ഇത് മെഷീൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യണം. ഇത് മടങ്ങിയിരിക്കാനൊന്നും പാടില്ല. കറക്റ്റായിട്ട് സീറ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ മെഷീൻ വർക്കാവുകയുള്ളൂ. നമ്മുടെ പെയിൻറ്റിൻ്റെ ടിന്നിലേക്ക് ഈ സാധനം ഇറക്കി വയ്ക്കുമ്പോൾ, ഇപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം, നമ്മൾ ഈ സാധനം ഇതിനകത്തേക്ക് ഇറക്കി വയ്ക്കുമ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് സീറ്റായിട്ട് ഇരിക്കണതിനകത്ത്. അതല്ലാണ്ട് എവിടെയെങ്കിലും ചെറിയൊരു എയർ കയറി കഴിഞ്ഞാൽ ഈ ഒരു മെഷീൻ പെയിൻറ്റ് ഈ ടിന്നിൽ നിന്ന് എടുക്കില്ല. നമ്മുടെ പെയിൻറ്റ് ടിന്നിൽ നിന്ന് മെഷീൻ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ഗ്യാപ്പ് വഴിയാണ് മെഷീനിലേക്ക് പെയിൻറ്റ് കയറുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് കറക്റ്റായിട്ട് ഇറക്കി വെക്കണം നമ്മുടെ ഈ കുഴൽ. അത് ഇറക്കി വെക്കുമ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള സ്പോഞ്ച് ഇതിനകത്ത് ഫുള്ളായിട്ട് റൗണ്ട് ഇറങ്ങിയിരിക്കാൻ പാകത്തിന് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. അതല്ലാണ്ട് എവിടെയെങ്കിലും സ്ഥലത്ത് കുറച്ച് പൊങ്ങിയിരുന്നു കഴിഞ്ഞാൽ ഈ മെഷീനിൽ കൂടെ സ്പ്രേ ചെയ്ത് നമുക്ക് പെയിൻറ്റ് കിട്ടില്ല. കാരണം ഇതിൽ കാറ്റ് കയറി ഈ സാധനം വർക്കാവാണ്ട് വരും. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പെയിൻറ്റ് ഇതിനകത്തേക്ക് നിറച്ച് കഴിഞ്ഞിട്ട് ഈ ടിന്നിനകത്ത് പെയിൻറ്റ് നിറച്ചിട്ട് നമ്മൾ ഈ മെഷീനിലേക്ക് പിടിപ്പിക്കുമ്പോൾ ആ ടിന്ന് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യരുത്. ഒരു മാക്സിമം ഒരു ടൈറ്റ് ആകുമ്പോഴത്തേക്ക് നിർത്തണം. അല്ലെങ്കിൽ ആ സ്പോഞ്ച് ഒത്തിരി അങ്ങ് ഒതുങ്ങിപ്പോയിട്ട് പിന്നീട് ടൈറ്റ് ആവാണ്ടിരിക്കും. അതുകൊണ്ട് നമുക്കത് തിരിച്ച് വരുമ്പോൾ അറിയാം ഏകദേശം ഒരു ടൈറ്റ് ആയ കണ്ടീഷൻ. ആ സമയത്ത് നിർത്തുക. കുറച്ച് കാലമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് മേടിച്ച ഒരു മെഷീനാണെങ്കിലും ആദ്യം തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത് പച്ചവെള്ളം ഉപയോഗിച്ചിട്ടാണ്. വെള്ളം ഇതിനകത്ത് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് ഓണാക്കി നോക്കുക എങ്ങനെയുണ്ട് വെള്ളത്തിൻ്റെ വരവ്, മറ്റു കാര്യങ്ങളൊക്കെ. നമ്മൾ ആദ്യം തന്നെ പെയിൻറ്റ് ഒഴിച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് ക്ലീൻ ആക്കാനൊക്കെ കുറച്ച് ടൈം എടുക്കും. അത്രയും പെയിൻറ്റ് വെറുതെ വേസ്റ്റ് ആവും. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് മാത്രം ഉപയോഗിച്ച് നോക്കുക. നമ്മളെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ഇനി നമുക്ക് പെയിൻറ്റ് ഒഴിച്ച് നമുക്ക് പെയിൻറ്റ് അടിച്ച് തുടങ്ങാവുന്നതാണ്. ഇവിടെ കുറച്ചധികം വെള്ളം കൂടുതൽ ഒഴിച്ചുള്ള ഒരു പെയിൻറ്റാണ് ഞാൻ അടിക്കുന്നത്. കാരണം പെയിൻറ്റില്ല.
പെയിൻ്റ് അടിയൊക്കെ ഏകദേശം ഫുള്ള് തീർന്നാണ് വീട്ടിൽ. അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ പെയിൻ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത്യാവശ്യം കുറച്ച് ബാക്കി ഉണ്ടായിരുന്ന പെയിൻ്റൊക്കെ വെച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കിയേക്കാണ്. ആകെ ഇതിൻ്റെ ടിന്നിൻ്റെ അടിയിലൊരു കുറച്ച് പെയിൻറ്റ് മാത്രമുണ്ട്. ഇത് വെച്ച് നമ്മൾ അടിക്കാൻ പോവുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ കൂടെ ടിന്നിൽ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യരുത്. ഒരു അത്യാവശ്യം ടൈറ്റായി കഴിയുമ്പോൾ നിർത്തുക. വളരെ ഈസി ആയിട്ട് നമുക്ക് പെയിൻ്റ് അടിക്കാം. ഇപ്പോൾ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ നമ്മളിത് പെയിൻ്റ് അടി നിർത്തി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇത് ക്ലീനിങ് ആരംഭിക്കണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് നല്ല പണിയാണ്. ചിലപ്പോൾ ഇതിൻ്റെ കുറച്ച് പാർട്സൊക്കെ മാറേണ്ട ആവശ്യം വരും. അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്യുക. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും. 1-2 പ്രാവശ്യം നമ്മൾ ഇതിവിടെ വെള്ളം ഒഴിച്ചിട്ട് ടിന്ന് കഴുകുക. അതിനുശേഷം കുറച്ച് വെള്ളം പിടിച്ചതിന് ശേഷം നമ്മുടെ മെഷീനിലേക്ക് കണക്ട് ചെയ്തിട്ട് ഒന്നുകൂടെ മെഷീൻ ഓണാക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉള്ള പെയിൻ്റൊക്കെ പോയി കിട്ടും. നമ്മൾ ഇരുമ്പിന് ഉപയോഗിക്കുന്ന പെയിൻ്റ് ആണെങ്കിൽ അത് ക്ലീനാക്കാൻ വേണ്ടി കുറച്ച് ടിന്നർ അല്ലെങ്കിൽ മണ്ണെണ്ണയൊക്കെ നമ്മുടെ ടിന്നിലേക്ക് ഒഴിച്ചതിന് ശേഷം ഈ മെഷീൻ ഒന്ന് ഓണാക്കിയിട്ട് സ്പ്രേ ചെയ്താൽ മതി. ഇത് ക്ലീൻ ആയിക്കോളും. ഇത് തുടർച്ചയായിട്ട് എന്തോരം സമയം ഉപയോഗിക്കാമെന്ന് പലർക്കും സംശയമുണ്ടാകും. ഇതിനകത്ത് നമ്മൾ ഈ ടിന്നിനകത്ത് ഫുള്ളായിട്ട് നമ്മൾ പെയിൻറ്റ് ഒഴിക്കുന്നില്ല. ഒരു 1/4 ടിന്ന് അല്ലെങ്കിൽ 1/2 ടിന്നാണ് പെയിൻറ്റ് ഒഴിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി ഊരിയെടുക്കുന്നു. അങ്ങനെ കുറച്ച് ടൈം പോകുന്നു. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ മെഷീൻ ഏകദേശം തണുക്കുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് ഇടയ്ക്ക് നിർത്തുന്നു, ഇടയ്ക്ക് അടയ്ക്കുന്നു. അങ്ങനെ മെഷീൻ തണുക്കാനും ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അത്ര ഹീറ്റിങ്ങും മറ്റു കാര്യങ്ങളും ഇല്ല. ഇത് ഒരു സ്പ്രേ പെയിൻ്റ് അടിക്കുന്ന മെഷീൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് നമ്മൾ ഒരു മാസ്കും അതുപോലെ ഒരു കണ്ണടയും ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ഈ മെഷീൻ്റെ എല്ലാ പാർട്സും ഊരിയെടുത്തിട്ട് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇത് ഒരുപാട് കാലം ഉപയോഗിക്കാൻ സാധിക്കില്ല. നമ്മൾ തുടർച്ചയായിട്ട് ഒത്തിരി സമയം ഉപയോഗിക്കേണ്ടിരുന്നാൽ മതി. ഇടയ്ക്ക് നിർത്തി അടിച്ചു കഴിഞ്ഞാൽ ഇതിന് നല്ലൊരു ലൈഫ് തന്നെ കിട്ടും. പിന്നെ നമ്മൾ ഇതിനകത്ത് സ്പ്രേ അടിക്കുമ്പോൾ പെയിൻറ്റ് വരുന്നില്ലെങ്കിൽ അപ്പോൾ തന്നെ നിർത്തിയിട്ട് നമുക്ക് ഇതിനകത്ത് അഴിക്കാവുന്ന പാർട്സൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ആക്കിയിട്ട് കറക്റ്റായിട്ട് തിരിച്ചിടുക. അപ്പോൾ മെഷീൻ ശരിയായിക്കോളും. പിന്നീട് ഇത് ഒരുപാട് സമയം നമ്മൾ അടിക്കുമ്പോൾ ഹീറ്റ് ആവുമ്പോൾ നമുക്കറിയാൻ സാധിക്കും. കാരണം ഒരു ചൂടായിട്ടുള്ളൊരു കാറ്റായിരിക്കും ഇതിൻ്റെ മോട്ടറിൽ നിന്ന് വരുന്നത്. ആ സമയത്ത് മെഷീൻ ഒന്ന് തണുക്കാൻ വേണ്ടി കുറച്ച് നേരം ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ഇത് കറക്റ്റായിട്ട് ടൈറ്റ് ആവുന്ന രീതിയിൽ തന്നെ ഇതിൻ്റെ പാർട്സുകളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. അതൊക്കെ അതിനായി ലോക്കുകളുണ്ട്. ആ ലോക്കൊക്കെ കറക്റ്റ് നോക്കിയിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുക. അല്ലെങ്കിൽ ഈ മെഷീൻ വർക്ക് ചെയ്യും, പക്ഷേ ഇതിനകത്തൂടെ സ്പ്രേ ആയിട്ട് പെയിൻറ്റ് വരുന്നതല്ലായിരിക്കും. മോട്ടർ മാത്രം വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. നിങ്ങളുടെ സംശയങ്ങളും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. പിന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ എത്തിച്ചേരാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മാനിച്ചുകൊണ്ട് നമ്മൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം നോക്കുന്നതായിരിക്കും. എന്തായാലും ഇങ്ങനൊരു മെഷീൻ നിങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് സ്വന്തമായിട്ട് പെയിൻ്റ് അടിക്കാനാണെങ്കിൽ വളരെയധികം ഉപകാരമുള്ള ഒരു വസ്തുവാണ് ഇത്.